ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റേഴ്സ് ആണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള ലൈക്ക് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓൾറെഡി ഈ കോഡിലുണ്ട്. ഞാൻ ഈ ഭാഗത്തുനിന്നായിരിക്കും ഞാൻ പോയിൻറ്റേഴ്സ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ പോയിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് നത്തിങ് ബട്ട് ലൈക്ക് നമ്മൾ ഓരോ ലൈക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ലൈക്ക് A = ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൾ എന്നുള്ള ആ വാല്യൂ അത് നമ്മുടെ മെമ്മറിയിലല്ലേ ഇരിക്കുന്നുണ്ടാവുക. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എവിടെയായിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടാവുക? ഒരു മെമ്മറിയിൽ. അപ്പോൾ ഈ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ പേര് നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും, നമുക്ക് വീടിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്ന് ആ അഡ്രസ്സുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇന്ന അഡ്രസ്സിലുള്ള ഒരു ആൾ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കതിനറിയാം ലൈക്ക് ആ അയാൾ തന്നെയാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും A = hello എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു അഡ്രസ്സിലേക്കാണ് അത് ആ വാല്യൂ അസൈൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പോയിൻ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെഫറൻസ് എന്ന് വെച്ചാൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്തെ നമുക്ക് വാല്യൂ നമുക്ക് കിട്ടും. സോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഞാൻ പറയുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ മൈ സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ സ്ട്രിങ് ആണെന്ന് പറഞ്ഞു വെച്ചു. ഓക്കെ, മൈ സ്ട്രിങ് എന്നുള്ളത് എന്താ, സ്ട്രിങ് ആണ്. ഞാൻ പറഞ്ഞു എന്തെന്ന്, മൈ സ്ട്രിങ് = ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ സ്ട്രിങ് എന്നുള്ളത് എന്താ, ഗ്രീനാന്ന് പറഞ്ഞു. മൈ സ്ട്രിങ് എന്നുള്ളത് ഗ്രീനാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെന്ത് പറയാം, FMT ഒറിജിനൽ വാല്യൂ മൈ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ എന്തെന്നാ വരിക, നമുക്ക് വാല്യൂ എന്താ വരിക, നമ്മളിപ്പോൾ ഇത് go ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇത്രയും കാര്യങ്ങൾ കിട്ടും. പ്ലസ് എന്താ, ഒറിജിനൽ വാല്യൂ എന്നുള്ളത് ഗ്രീനാന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. സോ നമ്മൾ ഈ മൈ സ്ട്രിങ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് പറയാം ചേഞ്ച് യൂസിങ് പോയിൻ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം വിളിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്ട്രിങ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഈ സ്ട്രിങ് വേണ്ട, ഓക്കെ, ഞാനൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല കേട്ടോ. ഈ ഫംഗ്ഷനിൽ ഞാനൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് യൂസിങ് പോയിൻ്റർ S എന്നുള്ളത് സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ന്യൂ വാല്യൂ എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന്, അതെന്ന് പറഞ്ഞാൽ എന്താ, റെഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, റെഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, S എന്നുള്ളത് ആ ന്യൂ വാല്യൂ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇതിലൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. കണ്ടോ, റിട്ടേൺ ചെയ്യണ ഭാഗം ഇവിടെയായിരിക്കും. കണ്ട, നമ്മൾക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഈ ഭാഗം നമ്മൾ കൊടുത്തിട്ടില്ല. റിട്ടേൺ ചെയ്യുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഇവിടെ കൊടുക്കുക. നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യണതെന്ന് നമ്മൾ പറയും, സ്പെസിഫൈ ചെയ്ത് പറയും. ഇതെന്ന് പറയുമ്പോൾ ഇവിടേക്ക് കിട്ടുന്ന ഭാഗം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ് ഇവിടേക്ക് നോക്കുന്നത്. ആ റെഫറൻസ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത്. നമുക്കത് നോക്കാം. സോ FMT.println ഇൻസൈഡ് ദ ഫംഗ്ഷൻ ദ വാല്യൂ ഓഫ് S ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാല്യൂ ഓഫ് S എന്ന് പറയണ്ട, അഡ്രസ് ഓഫ് S ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ S എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം എസിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് അത് ഞാൻ S എന്നുള്ള പോലെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ജസ്റ്റ് S എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്തു, സ്റ്റാർ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് S എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം എന്തെന്ന്, മറ്റേ ഗ്രീൻ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഇത് കഴിഞ്ഞില്ലേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ എന്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SMT അല്ല, ചേഞ്ച് യൂസിങ് പോയിൻ്റർ. അതിലേക്ക് എന്താ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്, മൈ സ്ട്രിങ്ങിൻ്റെ സംഭവമാണ് കൊടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, മൈ സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. മൈ സ്ട്രിങ് സാധാരണ പോലെ കൊടുത്തു. ഈ സാധാരണ പോലെ കൊടുത്തപ്പോൾ എന്തപ്പോൾ ഉണ്ടായത്, നമുക്ക് ഒരു റെഡ് ലൈൻ വന്നു. നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം എന്ന്. കനോട്ട് യൂസ് മൈ സ്ട്രിങ് വേരിയബിൾ ഓഫ് ടൈപ്പ് സ്ട്രിങ് ആസ് സ്ട്രിങ് വാല്യൂ ഇൻ ആർഗ്യുമെൻറ്റ് ടു ചേഞ്ച് യൂസിങ് പോയിൻ്റർ. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്തായിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു സ്ട്രിങ് ആയിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് കിട്ടണമെന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അഡ്രസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം കൊടുക്കാൻ. സോ വിച്ച് മീൻസ് ലൈക്ക് ഈ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഏതിന്, ഈ ഒരു ഫംഗ്ഷന്.
സോ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡ്രസ്സ് എസ് എന്നുള്ള വേരിയബിളിൽ നമുക്ക് കിട്ടി. ഇപ്പോൾ ലെറ്റ്സ് സേ ലൈക്ക് ഒരു അബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ട്. ആളുടെ വീട് എന്നുള്ളത് ഒരു തെക്കേക്കര എന്നുള്ളൊരു വീടാണെന്ന് വിചാരിക്കും. അപ്പം ആ തെക്കേക്കര വീട് എന്ന് പറഞ്ഞാൽ അതാണ് അവൻ്റെ വീട്ടുപേര്. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുകയാണെന്ന് തെക്കേക്കര എന്നുള്ള പോലെ നമ്മൾ ആ അഡ്രസ്സ് കൊടുക്കുകയാണ് അല്ലേ. ആ തെക്കേക്കരയിലാകെ അബിൻ മാത്രം എന്നുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ആ തെക്കേക്കര വീട് എന്നുള്ള പോലത്തെ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കിട്ടിയിട്ട് എന്ത് പറഞ്ഞു എന്ന് അതിൻ്റെ ഉള്ളിലത്തെ അഡ്രസ്സ് കാണിച്ചതായോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തത് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താ നമുക്ക് വർക്ക് ആവുക എന്നുള്ളത്. സോ നമുക്ക് എന്താ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ദ അഡ്രസ് ഓഫ് എസ് ഈസ്, ഇതാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എസിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇതിലത്തെ വാല്യൂ കാണണം, നമുക്കിതിന് എന്തൊട്ട് വാല്യൂ എന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് കൊടുക്കാം fmt.println ഇൻസൈഡ് ദ ഫംഗ്ഷൻ ദ വാല്യൂ ഓഫ് എസ് സീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർ എസ് എന്നുള്ള പോലെ കൊടുത്തു. ഡോട്ട് അല്ല കേട്ടോ, കോമയാണ്. സ്റ്റാർ എസ് എന്നുള്ള പോലെ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. സോ ഒറിജിനൽ വാല്യൂ നമുക്ക് ഗ്രീനാന്ന് പറഞ്ഞു. ഇൻസൈഡ് ദ ഫംഗ്ഷൻ ദ അഡ്രസ്സ് എന്താ, നമുക്കെന്താ അഡ്രസ്സ് ഇതാന്ന് പറഞ്ഞു. വാല്യൂ എന്ത് കിട്ടി, എസിൻ്റെ വാല്യൂ എന്താ, അഡ്രസ്സിലുള്ള വാല്യൂ എന്താ, സ്റ്റാർ എസ് ആന്ന് പറഞ്ഞിട്ട് വന്നു. അത് എന്ന് പറഞ്ഞാൽ എന്താ, വാല്യൂ എന്താ, ഗ്രീനാന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, fmt.changed വാല്യൂ എന്ന് പറയും. ഒറിജിനൽ വാല്യൂ എന്തായിരുന്നേ, ഗ്രീൻ അല്ലായിരുന്നേ. ചേഞ്ച്ഡ് വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. അതിന് പകരം ഞാൻ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ തൽക്കാലത്തിന് ബ്ലോക്ക് ചെയ്യാം, കമൻറ്റ്സ് ചെയ്യാം, ബ്ലോക്ക് കമൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. സോ ബ്ലോക്ക് കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ എഡിറ്റിലേക്ക് പോകണം. എഡിറ്റിലേക്ക് പോയിട്ട് ടൂഗിൾ ബ്ലോക്ക് കമൻറ്റ് അല്ലെങ്കിൽ Shift+Alt+A ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അതൊക്കെ ഒരു കമൻറ്റായി മാറി. ഓക്കെ, അപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം റണ്ണാവില്ല, അതാണ് കമൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇനി ഞാൻ റൺ main.go എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ സ്ക്രീൻ. സോ നമുക്ക് എന്ത് കിട്ടി, ഒറിജിനൽ വാല്യൂ എന്തായിരുന്നേ, നമുക്ക് ഗ്രീൻ ആയിരുന്നേ അല്ലേ, അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഗ്രീനിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്തു, നമുക്ക് ചേഞ്ച് യൂസിങ് പോയിൻ്ററിലേക്ക് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് യൂസിങ് പോയിൻ്ററിലേക്ക് എത്തിയിട്ട് ആ അഡ്രസ്സ് എന്ത് ചെയ്തു, എസ്സിലേക്ക് കിട്ടി, എസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കിട്ടി. അപ്പോൾ എസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തിട്ട് കിട്ടി. ഓക്കെ, ഇപ്പോൾ ആ അഡ്രസ്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂ കാണുന്നത് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർ എസ് എന്നുള്ള പോലെ കൊടുക്കണം. സ്റ്റാർ എസ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗ്രീനാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ വാല്യൂ എന്നുള്ളൊരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതൊന്നും റെഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇതിൻ്റെ ആ വാല്യൂ ഇല്ലേ, ഈ അഡ്രസ്സിലുള്ള വാല്യൂവിനെ ഈ വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ അഡ്രസ്സിനോട് പറഞ്ഞു നിന്ന് ഈ വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ ഈ വാല്യൂ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്തു ഇല്ല. പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ് ചെയ്യാമായിരുന്നു. അതെങ്ങനെ, ഞാനിനി പാസ് ചെയ്യുന്നൊരു കാര്യം കാണിച്ചു തരാം. സോ പാസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ അഡ്രസ്സ് അല്ല കൊടുക്കുന്നത്, മൈ സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചേഞ്ച് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മൈ സ്ട്രിങ് പാസ് ചെയ്യാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താ, വെറും സ്ട്രിങ് ആയി മാറും അല്ലേ. സോ എസ് ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, എസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തു. അപ്പം ഇതിനെന്ത് ചെയ്യുന്ന എറർ വരുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ചേഞ്ച് സ്ട്രിങ് ആണ് നമുക്കിവിടെ കൊടുക്കണ്ടേ അല്ലേ. അപ്പം ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിട്ടേൺ ആണ് ചോദിക്കുന്നത്, കണ്ട റിട്ടേൺ ചെയ്യുന്നില്ല ഒന്നും. റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലേ. എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തെന്ന്, s=blue എന്ന് പറഞ്ഞു, റിട്ടേൺ എസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്തുണ്ടാവുക നോക്കാം. സോ ഒറിജിനൽ വാല്യൂ എന്തായിരുന്നേ, ഗ്രീൻ ആയിരുന്നേ. ദ വാല്യൂ ഓഫ് എസ് ഈസ് ഗ്രീൻ ആയിരുന്നേ. ഇവിടെ ഗ്രീനിൽ തന്നെ വന്നു, പിന്നെ ബ്ലൂ ആയി,
അങ്ങനെ എന്ത് ചെയ്തു, ചേഞ്ച് ദ വാല്യൂ. ഇവിടെ നോക്കുമ്പോൾ എന്തായി, ബ്ലൂ ആയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയിൻ്ററിൻ്റെ കേസ് പറയുമ്പോൾ, ഞാൻ Ctrl+Z അമർത്താണ്, പോയിൻ്ററിൻ്റെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ആ ഒരു വേരിയബിൾ പോലും കൊടുക്കുന്നില്ല, നമ്മൾ നേരെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അഡ്രസ്സ് കൊടുത്തു, പിന്നെ വീണ്ടും ആ വേരിയബിൾ ഇവിടെ വിളിച്ചപ്പോൾ എന്തായി, മാറി. അപ്പോൾ അഡ്രസ്സ് കൊടുത്തപ്പോൾ അഡ്രസ്സിൽ പോയിട്ട് എന്ത് ചെയ്തു, ഇവന്മാരെന്ത് ചെയ്തു, ഈ വാല്യൂ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതാണ് പോയിൻ്ററും സാധാരണ നോർമൽ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു റിട്ടേൺ വാല്യൂ നമ്മൾ ചെയ്യുന്നതും വ്യത്യാസം.